വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് BM-LP സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു. ഏഷ്യനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പുതിയറ ഏരിയ മാനേജർ P. സജീവ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് BM-LP സ്കൂളിൽ വായനാ ദിനാചരണ പരിപാടികൾ നടന്നു. ഏഷ്യനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏരിയ മാനേജർ സജീവ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 19-ാം തീയതി ഇന്നലെയായിരുന്നു വായനാ ദിനം. നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വായനാ ദിന ആഘോഷം നടന്നു. ഇന്ന് ഈ സ്കൂൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ ദിനത്തിന്റെ ഭാഗമായി ഇന്നിവിടെ അതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയാണ്. വായിക്കാൻ വേണ്ടി നമുക്ക് നിരവധി സാധ്യതകളും സന്നദ്ധകളും നമുക്കുണ്ട്. അതുപോലെ ലിറ്റിൽ മാഗസിൻ, ചെറിയ ചെറിയ ബുക്കുകൾ, എന്ത് നമ്മൾ വായിച്ച് വളരുന്ന ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വായനാ വാരം ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷീല മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. ഒരു കുട്ടിയുടെ പഠന വൈകല്യം രണ്ടാണ് അല്ലെ? പഠന പ്രശ്നങ്ങളും പഠന വൈകല്യം രണ്ടാണ്. ഇപ്പൊ ജീവശാസ്ത്രപരമായി പല കാരണങ്ങൾ കൊണ്ട് കുട്ടി പിന്നോട്ടാവും. ഒരു പക്ഷേ നമ്മൾ എടുത്തു വരുന്ന പാരന്റ്സ് പറയാണ്, ഇതാ എൻ്റെ കുഞ്ഞ് ഒരുപാട് നേരം ബുക്കിന്റെ മുന്നിലാണ് ഡോക്ടറെ, പക്ഷെ ഒന്നും അവൻ പരീക്ഷയുടെ മാർക്ക് നേടുന്നില്ല. അവൻ ഒരുപാട് സമയം ചെലവഴിക്കുന്ന പുസ്തകത്തിന്റെ മുന്നിലാണെങ്കിലും വിചാരിച്ച പോലെ മാർക്ക് അവനെ വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. ഏഷ്യനെറ്റ് മാർക്കറ്റിംഗ് ഓഫീസർ രാജേഷ് PC, HM നാൻസി പ്രമീള, റയോൺ ഹംസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.